ഹായ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ഫാബ്രിക് പെയിൻറ്റിങ്. അതിന് വേണ്ട മെറ്റീരിയൽസ് എന്താണെന്ന് പരിചയപ്പെട്ടാലോ? ആദ്യമായി നമുക്ക് വേണ്ടതാണ് മല്ലു ക്ലോത്ത്. തുടക്കക്കാർക്ക് ഏറ്റവും നല്ലത് മല്ലു ക്ലോത്തിൽ ചെയ്യുന്നതാണ്. അടുത്തത് യെല്ലോ കാർബൺ പേപ്പർ. ഇത് പല കളറിലും അവൈലബിൾ ആണ്, പക്ഷേ നമ്മൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും യെല്ലോ കാർബൺ പേപ്പർ വേണം യൂസ് ചെയ്യാൻ. ഒരു എംബ്രോയ്ഡറി. പിന്നെ നമുക്ക് വേണ്ടതാണ് ബ്രഷ്. ഇവിടെ നമ്മൾ ഔട്ട്ലൈൻ മെത്തേഡാണ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പോയിൻ്റ് ബ്രഷാണ് യൂസ് ചെയ്യുക. പോയിൻ്റ് ബ്രഷിൽ തന്നെ പല സൈസുകളിലും നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് 0 സൈസിലുള്ളതാണ്. ഇത് 000 സൈസിലുള്ളതും ഉണ്ട്. ഇനി നമ്മുടെ പുതിയ ഡ്രസ്സുകളിലാണ് പെയിൻറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നന്നായി അലക്കിയ ശേഷം അയൺ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങിയാലോ? റിങ് ഇടുന്നതിന് മുന്നേ നമുക്ക് പിക്ചറിനെ തുണിയിലോട്ട് ട്രേസ് ചെയ്തെടുക്കാം. അതിന് നമുക്ക് യെല്ലോ കാർബൺ പേപ്പർ എടുത്ത ശേഷം അതിൽ പ്രിൻ്റ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അത് നമ്മളെ ഫേസ് ചെയ്ത് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ ഏത് പിക്ചറാണോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അത് ട്രേസ് ഷീറ്റിൻ്റെ മുകളിൽ വെച്ച ശേഷം പെന്നോ അല്ലെങ്കിൽ പെൻസിലോ യൂസ് ചെയ്ത് പിക്ചറിൻ്റെ മുകളിലൂടെ വരച്ചു കൊടുക്കുക. പിക്ചറിൻ്റെ മുകളിലൂടെ വരച്ചു കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ പിക്ചർ ഒരിക്കലും ഇളകി പോവാണ്ട് നോക്കുക. നന്നായി മുറുകെ അമർത്തി പിടിച്ച ശേഷം മാത്രമേ വരച്ചു കൊടുക്കാൻ പാടുള്ളൂ. ഇനി റിങ് ഇട്ട് കൊടുക്കാം. സ്ക്രൂ ഇല്ലാത്ത ഭാഗം തുണിയുടെ അടിയിലും സ്ക്രൂ ഉള്ള ഭാഗം തുണിയുടെ മുകളിലുമായി വെച്ച ശേഷം സ്ക്രൂ നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഫാബ്രിക് പെയിൻറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളർ യൂസ് ചെയ്ത് ബ്രഷ് കൊണ്ട് പിക്ചറിൻ്റെ മുകളിലൂടെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ബ്രഷ് പിടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പെന്ന് പിടിക്കുന്നത് പോലെ ചരിച്ച് പിടിക്കാതെ നേരെ കുത്തനെ പിടിച്ച് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഡ്രസ്സുകളിലെല്ലാം വളരെ സിമ്പിളായി ഡിസൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു രീതിയാണ് ഫാബ്രിക് പെയിൻറ്റിങ്. ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക്. ഇനി പുതിയൊരു മെത്തേഡുമായി അടുത്ത വീഡിയോയിൽ കാണാം.